ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ പിടിപ്പിച്ച ഒരു കാസറ്റ് എ സിയുടെ നമ്മൾ ഫിറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. വീട്ടിൽ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു 2 ടൺ 3 സ്റ്റാർ എ സിയാണ്, കാസറ്റ് എ സിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തത് ഹാളിൽ. ഒരുപാട് നോക്കിയിരുന്നു നമ്മൾ ഏത് ടൈപ്പ് എ സി വേണം നമ്മളെ വീട്ടിൽ ഫിറ്റ് ചെയ്യാം, ഏറ്റവും നല്ലത് ഏതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ക്വാളിറ്റി വൈസ് എങ്ങനെയാണ്, അങ്ങനെയുള്ളതെല്ലാം നോക്കി അവസാനം ഫൈനൽ ഡിസിഷനിലെത്തിയതാണ് ഈ കാസറ്റ് എ സി. ഏകദേശം 3 ടൈപ്പ് എ സിയാണ് നോർമലി നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ. മെയിനായിട്ട് ഒരുപാടുണ്ട്, വിൻഡോ എ സി പോലുള്ള എ സികളുണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ടുള്ളതിൽ നോർമലി കോമൺ നമ്മൾ സ്പ്ലിറ്റ് എ സിയാണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കൂടാതെ സ്പ്ലിറ്റ് എ സിക്കാണെങ്കിലും കാസറ്റ് എ സി ആണെങ്കിലും ടവർ എ സി ആണെങ്കിലും ഇതേപോലെ ആയിരിക്കും ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നത്. എല്ലാത്തിനും നമുക്ക് കോപ്പർ പൈപ്പ് കാര്യങ്ങളെല്ലാം വേണം. ഓരോന്നിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും ബന്ധിപ്പിക്കാനുള്ള കോപ്പർ പൈപ്പും അതിന് ഇൻസുലേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് എ സി വേണമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്പ്ലിറ്റ് എ സി ആണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്നേ നമുക്ക് കൂളിംഗ് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു റൂം ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് ഹാള് നമുക്ക് അതിൽ ഒരു എ സി അങ്ങനെ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം കൂളിംഗ് കിട്ടുമ്പോൾ അത്ര എഫക്റ്റീവ് ആകില്ല എന്ന് തോന്നി. പിന്നെ അടുത്തൊരു ഓപ്ഷനായിരുന്നു ടവർ എ സി. ടവർ എ സിക്ക് ആണെങ്കിൽ അതിൻ്റെ ആ ടവർ എ സി എയർ ബ്ലോ ചെയ്യുന്നത് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അപ്പോൾ വലിയൊരു ഹാളാണ്, ഒരു നീളത്തിൽ കിടക്കുന്ന ഒരു ഹാള് പോലെയുള്ള റൂംസ് ആണെങ്കിൽ നമുക്ക് ടവർ എ സി നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ഓഡിറ്റോറിയം പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെങ്ത് ആയിട്ടുള്ള റൂംസിലാണെങ്കിൽ ടവർ എ സി നല്ലതാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവർ എ സി നമ്മളുടെ വീടിനുള്ളിൽ ഒരു നല്ലൊരു സ്പേസ് കൺസ്യൂം ചെയ്യും. സ്പ്ലിറ്റ് എ സി ആണെങ്കിൽ ഒതുങ്ങി ഇരുന്നോളും, പക്ഷേ നമുക്ക് ഒന്നിൽ കൂടുതൽ വെക്കേണ്ടി വരും. പക്ഷേ സ്പ്ലിറ്റ് എ സിയും നല്ലതാണ്, പക്ഷെ ഒരു സൈഡിലേക്കായിരിക്കും സ്പ്ലിറ്റ് എ സിയുടെ കൂളിങ്ങും പെട്ടെന്ന് പോവുക. കാസറ്റ് എ സി ആകുമ്പം അതിന് 4 വിൻഡോയുണ്ട്. അതിലേക്ക് നമ്മൾ കറക്റ്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ എല്ലാ 4 സ്ഥലത്തേക്കും ഒരേ രീതിയിലുള്ള കൂളിങ് പോകും. നമുക്ക് ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ അത്യാവശ്യം വലിയൊരു സ്പേഷ്യസ് റൂം ആണെങ്കിൽ പെട്ടെന്ന് കൂൾ ചെയ്യാനായിട്ട് ഈ കാസറ്റ് എ സി ആണ് ഏറ്റവും ഉത്തമം. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഫൈനലൈസ് ചെയ്തത്. കാസറ്റ് എ സിയുടെ ഉള്ളിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് അവർ കൂളിങ്ങിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്നത്. നടുക്കൊരു ഫാനുണ്ട്, അത് എടുക്കുന്നത് നമ്മളുടെ സാധാരണഗതിയിൽ സ്പ്ലിറ്റ് എ സിയിൽ മേളിൽ നിന്നുള്ള വശത്തു നിന്നാണ് വായു ഇൻടേക്ക് ചെയ്ത് പുറത്തേക്ക് കളയുന്നതെങ്കിൽ ഇതിൽ നടുക്കുന്നാണ് അതിൻ്റെ വായു. ആ ഫാൻ കണ്ടില്ലേ ഒരു ബ്ലൂ കളറ്, അതിൽ കൂടിയാണ് സെക്ഷൻ ചെയ്തിട്ട് പുറത്തേക്ക് നമ്മുടെ ഉള്ളിലത്തെ ചൂടുവായുവൊക്കെ കളയുന്നത്. ബാക്കി അതിൻ്റെ സൈഡിലുള്ള ആ തെർമോക്കോൾ വെച്ചിരിക്കുന്നതിൻ്റെ 4 സൈഡിലൊരു ചെറിയ ചെറിയ ഹോള് പോലെ കണ്ടില്ലേ, അതിൽ കൂടി ആയിരിക്കും നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത്. അങ്ങനെ അവർ അത് പിടിപ്പിച്ചു, നേരെ ടെറസിലേക്ക് ഒരു ക്ലാമ്പ് ഇട്ട് പിടിപ്പിച്ചു. അതിൻ്റെ 4 ഒരു സ്റ്റീൽ റോഡിലേക്കാണ് ഇത് ബോൾട്ട് ചെയ്ത് വെച്ചത്. എക്സ്ട്രാ വന്ന റോഡാണ് സർവീസിന് വന്ന എക്സിക്യൂട്ടീവ് അത് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ അത് അത്യാവശ്യം നമുക്ക് ആ ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം സ്പേസും കൂടെ കഴിഞ്ഞാണ് അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഫ്രണ്ടിൽ ആ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വേണ്ട, ബെഡ്റൂമിലൊരു എ സി ഉണ്ട്, ആ ഔട്ട്ഡോർ യൂണിറ്റിന് അവിടെ സുരക്ഷിതമായിട്ടിരിക്കട്ടെ. പെട്ടെന്ന് മഴയും ഇതൊന്നും നേരിട്ട് പതിക്കാത്ത രീതിയിൽ അവിടെ ഒരു എ സി വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അവിടെ അതിൻ്റെ സൈഡിൽ തന്നെ വെക്കട്ടെ എന്ന് കരുതിയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഇതിൽ ഒരു 80,000 ആണ് ആ യൂണിറ്റിന് ചിലവായത്. പക്ഷേ അഡീഷണൽ ഒരു 30,000 കൂടെ നമ്മൾ കണ്ടുവെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പർ പൈപ്പ് ഏകദേശം ഒരു 15 മീറ്ററാണ് യൂസ് ചെയ്തത്, ആ ചെറിയ കോപ്പർ പൈപ്പും വലിയ പൈപ്പും. അപ്പോൾ അത് ഈ എ സിന്ന് അവിടെ ആ ഹോള് കണ്ടില്ലേ, ആ ഹോളിൽ കൂടെ എടുത്ത് അപ്പുറത്തെ ബെഡ്റൂമും കഴിഞ്ഞ് അപ്പുറത്തെ ഔട്ട്ഡോറിലേക്ക് കണക്ഷൻ ചെയ്യണം. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് പൈപ്പ് നമ്മൾ ഈ ഒരു ഹോളിലൂടെ തന്നെയാണ് അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത്.
പക്ഷേ നമുക്ക് ഈ വരുന്ന കണ്ടില്ല, അതിൽ കൂടെ എടുത്തു ബെഡ്റൂമിൻ്റെ ഈ ഹോളിലൂടെ ഭിത്തിയിലൂടെ ക്ലാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ ഇതിനൊരു കാര്യം, ഒന്നില്ലെങ്കിൽ നമ്മൾ 2 സൈഡിലും സീൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ചെയ്തത് അവിടെ ഒരു ഷെൽഫ് പോലെ നമ്മളൊരു കൊടുത്തു. അപ്പോൾ അവിടെ ട്രോഫിയൊക്കെ വെക്കാൻ പാകത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പാകത്തിന് അതൊരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ആയി. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ആ കോപ്പർ പൈപ്പാണ് പോയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഡ്രെയിനേജും ഉണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ്. നോർമലി സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടണ്ണേജ് കൂടുമ്പോഴത്തേക്കും അതിൻ്റെ വലിപ്പവും അതിൽ വയ്ക്കാനുള്ള ഒരു സ്പേസും കൂടി നമ്മൾ സാധാരണ സ്പ്ലിറ്റ് എ സിയിലും കൂടും. പക്ഷേ നല്ല ഒരു നോർമൽ ഒതുക്കത്തിലിരിക്കുന്ന ഒരു ഔട്ട്ഡോർ യൂണിറ്റാണ്. നമ്മളുടെ ആ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ വളരെ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ്, ബ്ലൂ സ്റ്റാറിൻ്റെ ടെക്നീഷ്യൻസ് ആ സൈഡിൽ കൂടെയുള്ള അതെല്ലാം പിടിപ്പിച്ചു, ഡ്രെയിനേജ് പിടിപ്പിച്ചു. ഇതിൽ കുറച്ച് ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഇതിലേക്ക് പവർ കൊടുക്കുന്ന ഇതൊക്കെ അവരതിലേക്ക് കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു പവർ പോയിൻ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കൊടുത്തത്. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് ചാടി വരുന്ന ആ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡ്രെയിനേജിൻ്റെ പൈപ്പ് സൈഡിലേക്ക് ഒരു പൈപ്പ് നിർത്തി, കൂടാതെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇതാകുമ്പോൾ ഒരു മഴയും വെയിലൊന്നും വലിയ കാര്യമായിട്ട് നേരിട്ട് പതിക്കാതെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി അവിടെ നിന്നോളും. ഇങ്ങനെയാണ് നമ്മൾ ഡ്രെയിനേജ് കൊടുത്തത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നില്ലെങ്കിൽ സീൽ ചെയ്യുന്ന ഭാഗത്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഈ ഒരു പൈപ്പ് പോകുന്നത് ഒരു ഭംഗികേടാകാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് ഇതേപോലെ. അപ്പോൾ എനിക്ക് ആ ഒരു ബീം അതിലുള്ളത് കൊണ്ട് ഞാൻ സീൽ ചെയ്യാൻ വേണ്ടി നേരത്തെ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തത്. സീലിംഗ് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഏകദേശം ഫിക്സിങ് എല്ലാം കഴിഞ്ഞു. നന്നായിട്ട് കൂളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.